പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. ഇ.കെ. നായനാർ അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനകീയ സാംസ്കാരിക പ്രസ്ഥാനമായ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ 13ാം സംസ്ഥാന സമ്മേളനമാണ് കണ്ണൂരിൽ ആരംഭിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വന്തം കരിയർ തന്നെ ത്യജിച്ചു പൊരുതിക്കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ വനിതകൾക്കും WCCക്കും സമ്മേളനം പ്രമേയത്തിലൂടെ പിന്തുണ പ്രഖ്യാപിച്ചു. പുതിയ മുതലാളിത്തത്തിന്റെയും ഹിന്ദുത്വത്തിന്റെയും കൂട്ടുകൊണ്ട് നമ്മെ ഭരിക്കുന്ന കാലത്ത് അതിനെ നമ്മൾ എതിർക്കണം. ഇന്ത്യ ഒരു വിമോചിത രാഷ്ട്രമാകണം എന്ന വെല്ലുവിളിയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന് മുന്നിലുള്ളതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. പുതിയ മുതലാളിത്തത്തിന്റെയും ഹിന്ദുത്വത്തിന്റെയും ഒരു കൂട്ടുകെട്ട് നമ്മെ ഭരിക്കുന്ന ഒരു കാലത്ത് ഇവയെ രണ്ടിനെയും തുറന്നെതിർക്കുക എന്നത് പ്രധാനമാണ്. കാരണം ഇന്ത്യയിലെ ഫാഷിസത്തിന്റെ സാധ്യതകൾ മുഴുവൻ തന്നെ ഈ കൂട്ടുകെട്ടിൽ ആണ് ഉള്ളത്. വളരെ കാലം മുമ്പ് നെഹ്റുവിനെ പോലുള്ള ആളുകൾ അത് മുൻകൂട്ടി കാണുകയും പറയുകയും ചെയ്തിട്ടുണ്ട്, അത്തരത്തിലൊരു കൂട്ടുകെട്ടിന്റെ വിപത്തുകളെ കുറിച്ച്. അതുകൊണ്ട് അത്തരമൊരു കൂട്ടുകെട്ട് വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. താൽക്കാലികമായ ഒരു തിരിച്ചടി അതിന് കിട്ടി എന്നത് ശരിയാണെങ്കിൽ പോലും അത് നമ്മെ കംപ്ലാസന്റ് അല്ലെങ്കിൽ നമ്മെ സംതൃപ്തരാക്കി കൂടാ. അത് ഏത് സമയവും തിരിച്ചു പോകാവുന്ന ഒന്നാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തമായി ഈ കൂട്ടുകെട്ടിനെ ചെറുക്കുകയും ഇന്ത്യയെ ഒരു വിമോചിത ദേശമാക്കി മാറ്റുകയും ചെയ്യുക എന്ന അതിപ്രധാനവും അതിസങ്കീർണവും അതിവിഷമകരവുമായ ഒരു വെല്ലുവിളിയാണ് പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരെയും പുരോഗമന സാഹിത്യകാരന്മാരെയും എല്ലാം തന്നെ ഇന്ന് തുറച്ചു നോക്കുന്നത്. അതുകൊണ്ട് ഒരു ഒരു പ്രതിപക്ഷം അഥവാ ഒരു ഉത്തരപക്ഷം നിർമ്മിക്കുക സാഹിത്യത്തിലും കലയിലും എന്നതായിരിക്കണം ഒരുപക്ഷെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഏറ്റവും പ്രധാനമായ ചുമതല. അതിന് പല രീതികളിലുള്ള പല സമ്പ്രദായങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഏതെങ്കിലും റിയലിസം എന്നൊരു സമ്പ്രദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നൊന്നും ഇക്കാലത്ത് നമുക്ക് പറയുക സാധ്യമല്ല. ലോക സാഹിത്യത്തിൽ അനേകം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ ഒരുപക്ഷെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഷാജി N. കരുണൻ അധ്യക്ഷത വഹിച്ചു. KV സുമേഷ് MLA, KEN കുഞ്ഞഹമ്മദ്, T. പത്മനാഭൻ, M. മുകുന്ദൻ, ആദവൻ ദീക്ഷണ്യ, P. അപ്പുക്കുട്ടൻ, സുനിൽ P. ഇളയടം, TD രാമകൃഷ്ണൻ, M. സ്വരാജ്, കരിവെള്ളൂർ മുരളി, MK മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ 2ാം ദിവസമായ നാളെ പ്രതിനിധി സമ്മേളനവും പുതിയ കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. പ്രൈം 21 കണ്ണൂർ. അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവന്റ്സിലൂടെ. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ? ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കളറാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവന്റ്സ് യാഥാർത്ഥ്യമാക്കുന്നു. മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ, നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ. എസ്ക്രോ ഇവന്റ്സ്, കാസമറീന കോംപ്ലക്സ്, തലാബ്, കണ്ണൂർ. കോൾ 9562597704 8848194493.